കേരളത്തിലും മഴ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. എറണാകുളം കോതമംഗലത്ത് വീട് തകർന്ന് 2 പേർക്ക് പരിക്കേറ്റു. മാറാടിയിൽ കനാലിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. പൂയംകുട്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിലെ മഴക്കെടുതികൾ രൂക്ഷമാകുന്നതിലാണ് ആശങ്ക. കല്ലാറുകുട്ടി, പാമ്പള, മലങ്കര, ഭൂതത്താൻകെട്ട് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നതോടെ നദികളിൽ ജലനിരപ്പ് ഉയർന്ന അവസ്ഥയിലാണ്. പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞതോടെ ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടു. മണികണ്ഠഞ്ചാൽ ചപ്പാത്ത് മുറിച്ചു കിടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. മാറാടിയിൽ കനാലിൽ വീണ മധ്യവയസ്കനും മരിച്ചു. ചന്തപ്പറമ്പിൽ അയ്യപ്പനാണ് മരിച്ചത്. കോതമംഗലത്ത് വീട് തകർന്ന വെറ്റിലപ്പാറ സ്വദേശികളായ കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മണി എന്നിവർക്കും പരിക്കേറ്റു. ഇരുവരും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇത് കടന്നു പോരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് പഞ്ചായത്ത് അധികൃതരും ഗവൺമെൻറ്റും അടിയന്തരമായ ഇതിനൊരു ശാശ്വത പരിഹാരം ഈ ഉള്ള കെട്ടിടങ്ങൾക്ക് കണ്ടെത്തിയില്ലെങ്കിൽ ജനങ്ങൾ ഇനിയും ഇതുപോലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാവും. മഴക്കെടുതികൾ രൂക്ഷമായ ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുടങ്ങിയിട്ടുണ്ട്. എറണാകുളത്ത് മാത്രം 291 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായെന്നാണ് കണക്ക്. ഇടുക്കിയിൽ വിനോദസഞ്ചാര മേഖലകളിലും നിയന്ത്രണമുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും ആലപ്പുഴയിൽ കുട്ടനാട്, ചേർത്തല താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.